അല്ലെങ്കിൽ ഒരുപാട് ചൂടുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുക. അതൊരു ചൂട് കാപ്പിയോ അല്ലെങ്കിൽ ചൂട് ചായയോ ചിലപ്പോൾ നമുക്ക് നെഞ്ചരിച്ചിൽ ഉണ്ടാക്കിയെന്നിരിക്കാം. അപ്പം എറണാകുളം കിൻഡർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ഡയറ്റീഷ്യനായ ശ്രീമതി ജിഷ ജോസഫാണ്. മാം, ആസിഡ് റിഫ്ലക്സ് അല്ലെങ്കിൽ അസിഡിറ്റി എന്നൊക്കെ പറയുന്നതിനെ പറ്റി വലിയ ഇൻട്രൊഡക്ഷൻ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. നമ്മളെല്ലാവരും ഇത് എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് അനുഭവിച്ച് പോയിട്ടുള്ളവരാണ്. പക്ഷെ നമ്മുടെ ഭക്ഷണ രീതികളിൽ കൊണ്ടുവരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളും ശൈലികളിലെ വ്യത്യാസങ്ങളൊക്കെ കൊണ്ട് ഇത് മാറും എന്നാണ് നമ്മൾ വായിച്ചറിയുന്നത്. അതിനെപ്പറ്റി സംസാരിക്കാൻ ഏറ്റവും യോഗ്യമായതുകൊണ്ട് അതിനെപ്പറ്റിയുള്ളൊരു ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയാം. ദൈവം അതിമനോഹരമായി സൃഷ്ടിച്ച മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവങ്ങളിൽ ഒന്നാണ് നമ്മുടെ ദഹന വ്യവസ്ഥ എന്ന് പറയുന്നത്. അത് നമ്മുടെ വായിൽ തുടങ്ങി തൊണ്ടക്കുഴി കടന്ന് ആമാശയത്തിലെത്തി കരളും പാൻക്രിയാസും സ്പ്ലീനും ഗോൾ ബ്ലാഡറും പോലെയുള്ള അവയവങ്ങളും ഒക്കെ ഉൾപ്പെട്ട പിന്നെ ചെറുകുടല് വൻകുടല് എല്ലാം കടന്ന് ഒടുവില് മലദ്വാരത്തിൽ എത്തി നിൽക്കുന്ന ഒരു നീണ്ട വലിയ വ്യവസ്ഥയാണ് ദഹന വ്യവസ്ഥ എന്ന് പറയുന്നത്. ഈ ദഹന വ്യവസ്ഥയുടെ മുകൾ ഭാഗത്ത് വരുന്ന ആമാശയത്തെയും തൊണ്ടക്കുഴിയെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു അവയവമാണ് ഈ ഈസോഫാഗസ് എന്ന് പറയുന്നത്. അന്നനാളം എന്ന് പറയുന്നത്. ഈ അന്നനാളത്തില് ചില പ്രശ്നങ്ങള് നമുക്ക് പലപ്പോഴും എല്ലാവർക്കും പല സമയത്തും തോന്നിയേക്കാം. അത് പ്രധാന കാരണം അന്നനാളത്തെയും നമ്മുടെ ആമാശയത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്ഥലത്ത് ആമാശയത്തിലുള്ള ജ്യൂസസ്, ഡൈജസ്റ്റീവ് ജ്യൂസസ് മുകളിലേക്ക് കടക്കാതിരിക്കാൻ, അതുപോലെ തന്നെ ആമാശയത്തിൽ എത്തുന്ന ഭക്ഷണം മുകളിലേക്ക് തിരികെ പോകാതിരിക്കാനായിട്ട് കുറച്ച് മസിലുകളുണ്ട്, ടിഷ്യൂസ് ഉണ്ട്. സ്ഫിങ്ക്ടർ മസിൽസ് എന്ന് പറയുന്ന ആ ടിഷ്യൂസിന് ചില സമയം അവയുടെ മർദ്ദം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ആമാശയത്തിൽ തന്നെ ഒതുങ്ങി നിൽക്കേണ്ട ഡൈജസ്റ്റീവ് ജ്യൂസസ് മുകളിലേക്ക് പോകും, അന്നനാളത്തിലേക്ക് കയറും. അപ്പോഴാണ് പലപ്പോഴും നമുക്ക് ഈ നെഞ്ചരിച്ചിലൊക്കെ തോന്നുന്നത്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഇങ്ങനെ ആമാശയത്തിൽ നിന്നുള്ള ഈ ഡൈജസ്റ്റീവ് ജ്യൂസസ് മുകളിലേക്ക് വരാനുള്ള കാരണം എന്താണ് എന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. എന്താണ് അതിന്റെ യഥാർത്ഥ കാരണമെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ഈ ലക്ഷണത്തെ ചികിത്സിക്കുക എന്നാണ് എല്ലാ ഡോക്ടേഴ്സും പറയുന്നത്. കാരണം അതിങ്ങോട്ട് തിരികെ വരാനായിട്ട് പല കാരണങ്ങളുണ്ടാവാം. അപ്പോ നമുക്ക് നമ്മളാൽ തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന മോഡിഫയബിൾ ഫാക്ടേഴ്സും നോൺ മോഡിഫയബിൾ ഫാക്ടേഴ്സും ഉണ്ട്. നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതും കറക്റ്റ് ചെയ്യാൻ പറ്റാത്തതുമായ പല കാരണങ്ങളുണ്ട്. അതില് മോഡിഫയബിൾ ആയിട്ടുള്ള നമ്മളാൽ തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ടൈറ്റിലിൽ ഇന്നത്തെ ടോപ്പിക്കിൽ തന്നെ കൊടുത്തേക്കുന്ന ഭക്ഷണശീലങ്ങൾ എന്നുള്ളത്. ഭക്ഷണമല്ല, ഭക്ഷണശീലങ്ങൾക്കാണ് അവിടെയും നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോ ഭക്ഷണശീലങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ കഴിക്കുന്ന സമയം, കഴിച്ചാൽ തന്നെയും എത്രമാത്രം കഴിക്കുന്നു, ഇനി ആ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ചൂട്, അതിലുള്ള മസാലകളും എരിവിന്റെയും ഒക്കെ അളവ്, ഇതെല്ലാം ഒരുപാട് ബാധിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോ ഇത് കേൾക്കുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് അങ്ങനെ നെഞ്ചരിച്ചിലോ അല്ലെങ്കിൽ പുളിച്ചു തികട്ടലോ വന്നാൽ ഇങ്ങനെയുള്ള ചില 1-2 കാര്യങ്ങൾ സമയത്ത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എടുക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് ക്രമാതീതമാകാതിരിക്കുക, ഒരുപാട് സ്പൈസി ആയിട്ട് കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഒരുപാട് ചൂടുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുക. അതൊരു ചൂട് കാപ്പിയോ അല്ലെങ്കിൽ ചൂട് ചായയോ ചിലപ്പോൾ നമുക്ക് നെഞ്ചരിച്ചിൽ ഉണ്ടാക്കിയെന്നിരിക്കാം. അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെയും പാനീയങ്ങളുടെയും ചൂട് എന്തുമാത്രമാണെന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്, നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഭക്ഷണം കഴിക്കുന്ന ശീലം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയാൽ വളരെ നല്ലതാണ്. ഉറങ്ങുന്നതിനൊരു 3 മണിക്കൂർ 4 മണിക്കൂർ മുമ്പ് ഭക്ഷണം കഴിച്ചാലും വലിയ പ്രശ്നമില്ല. പ്രത്യേകിച്ച് ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ തീർച്ചയായിട്ടും 3-4 മണിക്കൂർ മുമ്പ് തന്നെ ഭക്ഷണം കഴിക്കാൻ നോക്കുക. കാരണം ഭക്ഷണം വയറ്റിലെത്തിയ ഉടനെ തന്നെ പോയി കിടന്നുറങ്ങുക എന്ന് പറയുന്നത് അത്ര അഭിലഷണീയമായ കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ, ഈവൻ ചിലര് ബെൽറ്റ് ടൈറ്റ് ആയിട്ട് കെട്ടിയാൽ അവർക്കും ഒരു പക്ഷേ ഇങ്ങനെ GERD എന്ന് പറയുന്ന റിഫ്ലക്സ് ഇഷ്യൂസ് ഉണ്ടായേക്കാം. അതുകൊണ്ട് കെട്ടുന്ന ബെൽറ്റ് ഒരുപാട് ടൈറ്റ് ആണോ എന്നുള്ള കാര്യങ്ങൾ കൂടെയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ പറയാറുണ്ട്.
മാഡം, എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ ഈ പറഞ്ഞതിൽ ഈ ഉറങ്ങുന്നതിന് മുമ്പുള്ള ഭക്ഷണത്തിന്റെ സമയക്രമീകരണം മിക്കവാറും ഡോക്ടർമാരൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. ഈ 3 മണിക്കൂർ മുമ്പ് ഉറങ്ങാൻ ഉദ്ദേശിക്കുന്നതിന് 3 മണിക്കൂർ മുമ്പ് കഴിക്കാന്ന് പറയുമ്പോൾ ഈവൻ ഫുഡ് റെഡി ആണെങ്കിൽ പോലും നമുക്ക് കഴിക്കാനൊരു മടിയാണ് പൊതുവിൽ ഉണ്ടാകാറുള്ളത്. യഥാർത്ഥത്തിൽ ഈ 3 മണിക്കൂർ മുമ്പ് കഴിക്കാൻ പറയുമ്പോൾ ഈ ദഹനവുമായി ബന്ധപ്പെട്ട പ്രോസസ്സിനെ എളുപ്പമാക്കാനാണോ നമ്മളത് പറയുന്നത്? അതിൽ 2-3 കാര്യങ്ങളുണ്ട് കേട്ടോ. ഒന്ന്, നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഉറങ്ങാൻ പോവുകയാണെങ്കിൽ ഈ ഭക്ഷണം കഴിച്ച് ഇത് നമ്മുടെ ആമാശയത്തിലെത്തി ദഹിച്ച് ഉപയോഗിക്കുന്ന ഊർജം, ദഹിച്ച് കഴിഞ്ഞ് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്ന ഊർജം ഉപയോഗിക്കാനായിട്ട് വേറെ വഴി കിട്ടുന്നില്ല നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ. അപ്പം ഒരുപാട് ഊർജം ശരീരത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കാലക്രമേണ അത് പൊണ്ണത്തടിയിലേക്ക് മാറും. ഈ പൊണ്ണത്തടിയും റിഫ്ലക്സും തമ്മിലും ബന്ധമുണ്ട്. മാം, ആക്ച്വലി നമ്മൾ ഈ പൊട്ടാറ്റോ ഇങ്ങനത്തെയൊക്കെ കഴിക്കുമ്പോൾ ഇത് കിഴങ്ങ് വർഗ്ഗങ്ങൾ ജാസ്തി നമ്മൾ കഴിക്കുന്ന സമയത്ത് അസിഡിറ്റി വരുന്നുണ്ടല്ലോ. അപ്പോ എങ്ങനെയായിരിക്കണം നമ്മളത് കൺട്രോൾ ചെയ്യാൻ? അതിൽ എങ്ങനെയാണ് ഇത് ഗ്യാസ്ട്രിക് പ്രോബ്ലം ഒഴിവാക്കണോ? ഈ ഗാർലിക് ചേർക്കണോ അതോ ജീര ഇങ്ങനത്തെ സാധനങ്ങൾ ചേർത്താൽ അങ്ങനെ പല ഇത് കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾ വെക്കുന്ന സമയത്ത് ഗ്യാസ്ട്രിക് വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ശോഭ, കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കുമ്പോൾ അസിഡിറ്റി ഉണ്ടാകാതിരിക്കാൻ അത് എങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടതെന്നല്ലേ ചോദിച്ചേ? അതെ അതെ അതെ, പൊതുവെ ഗ്യാസ്ട്രിക് വരാറുണ്ട്. ഓക്കെ. അപ്പോ എങ്ങനെയായിരിക്കണം? ഒന്ന് ചോദിച്ചോട്ടെ, ശോഭയുടെ വീട്ടിൽ എല്ലാവർക്കും ഇതേ പ്രോബ്ലം ഉണ്ടോ അതോ ശോഭയ്ക്ക് മാത്രമാണോ അങ്ങനെയുള്ളത്? അത് എനിക്ക് മാത്രമായിരിക്കും കൂടുതലും. ഒരു 40+ ഏജ് ആണ്. അതെ, അത് ശോഭ അക്കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. അതായത് നമ്മളുടെ ഓരോരുത്തരുടെയും ശരീരവും യുണീക്കാണ്. അപ്പം എന്റെ ശരീരം ആയിരിക്കില്ല എന്റെ പാർട്ട്ണറുടെ, അതുപോലെ ആയിരിക്കില്ല എന്റെ മക്കളുടെ. അപ്പം നമ്മുടെ ശരീരങ്ങൾ യുണീക്കാണ്. അപ്പം എന്റെ ശരീരത്തിന് അസിഡിറ്റി ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ശോഭയ്ക്ക് കിഴങ്ങ് കഴിക്കാൻ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ അസിഡിറ്റി ഉണ്ടാക്കുന്നു എന്ന ഒറ്റ പേരിൽ അത് നമുക്ക് മാറ്റിക്കളയേണ്ട ആവശ്യമില്ല. ശോഭ തന്നെ ചോദിച്ച ചോദ്യത്തിൽ അതിന്റെ കുറെ ഉത്തരവുണ്ട്. ശോഭയ്ക്ക് വെളുത്തുള്ളി ചേർക്കാം, ജീരകം ചേർക്കാം, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നല്ലത് തന്നെയാണ്. പിന്നെ കഴിക്കുന്ന സമയവും വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. നമ്മള് ഒരുപാട് നേരം ഫാസ്റ്റ് ചെയ്തിട്ട് ഒരു 4-5 മണിക്കൂറും ഒക്കെ ഫാസ്റ്റ് ചെയ്തിട്ട് പിന്നെ പെട്ടെന്ന് കിഴങ്ങ് കറി കഴിച്ചാൽ ഒരു പക്ഷെ അത് പുളിച്ചത കെട്ടിയേക്കാം, അല്ലെങ്കിൽ നെഞ്ചെരിച്ചിലായിട്ട് ഹാർട്ട് ബേൺ ആയിട്ടൊക്കെ വന്നേക്കാം. അതുകൊണ്ട് എപ്പോഴും നമ്മൾ പറയുന്നത് ശോഭ ബേസിക്കലി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇന്റർവെൽസ് കുറയ്ക്കുക. മെയിൻ മീൽസ് തമ്മിലുള്ള ഇന്റർവെൽസ് കുറയ്ക്കുക. അപ്പം ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും മിഡ് മോർണിംഗ് അല്ലെങ്കിൽ മിഡ് ഈവനിങ്ങിലൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കുക. എന്നിട്ട് മെയിൻ മീൽസിന്റെ സമയത്ത് പൊട്ടറ്റോ കഴിച്ചു നോക്കൂ, പ്രശ്നം ഉണ്ടാകില്ല കേട്ടോ. ഓക്കെ ഓക്കെ, മെയിൻ ആയിട്ട് പൊട്ടാറ്റോയിലാണ് മാം പ്രശ്നം വരുന്നത്. ബാക്കി ഇത് വേറെ കിഴങ്ങ് വർഗ്ഗങ്ങൾ വലിയ പ്രശ്നം വരുന്നില്ല. പൊട്ടാറ്റോന്റെ എന്തെങ്കിലും ഒരു വീട്ടിൽ കഴിക്കുമ്പോഴായിരിക്കും നമുക്കൊരു ചെറിയ ഗ്യാസ്ട്രിക് ഫീൽ ചെയ്യുക. അതുപോലെ തന്നെ വേറൊന്നാണ് ചേനയുടെ ചേന. ഈ 2 സംഭവങ്ങൾ പൊതുവെ നമുക്ക് ഗ്യാസ്ട്രിക് ഫീൽ ചെയ്യാറുണ്ട്. കുറച്ച് ഒഴിവാക്കുന്ന ഒരു കാര്യം കൂടെ ശോഭ ശ്രദ്ധിക്കേണ്ടത്, ചെറിയ ക്യൂബ്സ് ആക്കുക കേട്ടോ. പൊട്ടാറ്റോ വലിയ സൈസിൽ കഴിക്കാതെ ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് കുക്ക് ചെയ്യുക. അതും നന്നായിട്ട് ച്യൂ ചെയ്തിട്ട് സ്വാലോ ചെയ്യുക. പെട്ടെന്ന് തിരക്ക് കൂട്ടി കഴിക്കാതിരിക്കുക കേട്ടോ. ഈ ഇൻഫർമേഷൻ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക.